രാജാക്കന്മാരുടെ കിരീടങ്ങളായാലും ശരി, നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന ആഭരണങ്ങളായാലും ശരി, മനുഷ്യനുണ്ടായ കാലം മുതൽ നമ്മളെ എല്ലാവരും ഒരുപോലെ ആകർഷിച്ചൊരു ലോഹമുണ്ട്. അതെ, സ്വർണം തന്നെ. അപ്പൊ ഈ സ്വർണത്തിന്റെ യഥാർത്ഥ കഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സ്വർണമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് എന്തൊക്കെയാ? ഐശ്വര്യം, സൗന്ദര്യം, പിന്നെ കുറച്ച് അഭിമാനവും, അല്ലേ? ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ലോകത്ത് എവിടെ പോയാലും ഏത് സംസ്കാരം എടുത്താലും സ്വർണത്തിന് ഇത്രയും വലിയൊരു സ്ഥാനമുള്ളത്. നമ്മൾ ഇത്രയൊക്കെ വിലമതിക്കുന്ന ഈ സ്വർണം അതെവിടെ നിന്നാ വരുന്നതെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത്, നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഈ സാധനം ശരിക്കും എങ്ങനെ അവിടെ എത്തിയത്? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മളിന്ന് കണ്ടെത്താൻ പോകുന്നത്. അപ്പോ ഉത്തരം കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം സ്വർണത്തിന്റെ ഉത്ഭവം അത് നമ്മുടെ ഈ ഭൂമിയിലെയല്ല. അതെ, ഞാൻ പറഞ്ഞത് ശരിയാണ്. സ്വർണം ഒരു എക്സ്ട്രാ ടെറസ്ട്രിയലാണ്. അതായത് അത് ഭൂമിയിലെ പാറകളിൽ നിന്ന് തനിയെ ഉണ്ടായതല്ല. പകരം ബഹിരാകാശത്ത് നിന്ന്, പ്രപഞ്ചത്തിന്റെ ഏതോ വിദൂരമായ കോണിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോ എങ്ങനെയാണ് സ്വർണം ബഹിരാകാശത്തുണ്ടായത്? അതിന്റെ ഉത്തരം പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ടുകളിലൊന്നിലാണ് ഒളിഞ്ഞിരിക്കുന്നത്: സൂപ്പർനോവ. വളരെ വലിയ നക്ഷത്രങ്ങൾ അവയുടെ ആയുസ്സ് തീരുമ്പോൾ അതിശക്തമായി പൊട്ടിത്തെറിക്കുന്ന ഒരു സംഭവമാണിത്. ആ സ്ഫോടനത്തിലാണ് സ്വർണത്തിന്റെ ജനനം. ഇതൊരൽപ്പം സയൻസാണ്, പക്ഷെ സിമ്പിളായി പറയാം. നക്ഷത്രങ്ങൾക്കകത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നു പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. ചെറിയ മൂലകങ്ങൾ കൂടിച്ചേർന്ന് വലുതായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഹൈഡ്രജൻ ഹീലിയമാവും, അങ്ങനെ പോയി അവസാനം ഇരുമ്പ് വരെ എത്തും. പക്ഷേ ഇരുമ്പിൽ വെച്ച് ഈ കളി നിൽക്കും. അതോടെ നക്ഷത്രത്തിനതിന്റെ ഭാരം താങ്ങാൻ പറ്റാതെ വരും. പിന്നെ ഒറ്റ പൊട്ടിത്തെറിയാണ്. ആ സൂപ്പർനോവ സ്ഫോടനത്തിലുണ്ടാകുന്ന ഭയങ്കരമായ മർദ്ദവും ചൂടുമാണ് സ്വർണം പോലെയുള്ള ഭാരമേറിയ മൂലകങ്ങളെ വെറും സെക്കൻഡുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിക്കും ഒരു കോസ്മിക് ആലയുൾ വാർത്തെടുക്കുന്നതുപോലെ. അപ്പൊ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു നക്ഷത്രത്തിന്റെ സ്ഫോടനത്തിൽ ജനിച്ച ഈ സ്വർണം ബഹിരാകാശത്ത് വെറും പൊടിപടലങ്ങളായി ഇങ്ങനെ ഒഴുകി നടക്കുകയായിരുന്നു. പിന്നീട് നമ്മുടെ സൗരയുദ്ധവും ഭൂമിയുമൊക്കെ രൂപപ്പെട്ട സമയത്ത് ഈ സ്വർണം നിറഞ്ഞ പാറക്കഷ്ണങ്ങളും ഛിന്നഗ്രഹങ്ങളുമൊക്കെ ഭൂമിയിലേക്ക് വന്നിടിച്ചു. ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട ഒരു മിറ്റിയർ ഷവർ പോലെ. അങ്ങനെയാണ് ആ പ്രപഞ്ചനിധി നമ്മുടെ ഭൂമിയുടെ ഉള്ളിലെത്തിയത്. അപ്പൊ നമ്മളിന്ന് ഖനനം ചെയ്തെടുക്കുന്നത് എന്താണെന്നോ? കോടിക്കണക്കിന് വർഷം മുൻപ് മരിച്ചുപോയ ഒരു നക്ഷത്രത്തിന്റെ ഓർമ്മക്കുറിപ്പുകളാണ്. ശരിക്കും അത്ഭുതം തന്നെയല്ലേ? ഇനി സ്വർണം എത്രത്തോളം അപൂർവമാണെന്ന് കേൾക്കണോ? നമ്മൾ ഇന്നുവരെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്ത എല്ലാ സ്വർണവും ഒരുമിച്ച് കൂട്ടിവെച്ചാൽ അത് വെറും 3 ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ നിറയ്ക്കാനുള്ളതേ കാണൂ. ലോകത്തുള്ള മൊത്തം സ്വർണമാണ് ഈ പറയുന്നത്. അളവില് കുറവാണെങ്കിലും സ്വർണത്തിന് ഭാരം കൂടുതലാണെന്ന് നമുക്കറിയാലോ. ഒരു ചെറിയ മോതിരത്തിന് പോലും നല്ല കനമുണ്ടാകും. അതിന്റെ കാരണം അതിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയാണ്. വെള്ളത്തിനേക്കാൾ ഏകദേശം 20 മടങ്ങ് സാന്ദ്രത കൂടുതലാണ് സ്വർണത്തിന്. അതുകൊണ്ടാണ് ആ കുഞ്ഞൻ കട്ടിക്ക് പോലും അത്രയധികം ഭാരം വരുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഇത്രയും ഡിമാൻഡും വിലയുമുള്ള സാധനം നമുക്കങ്ങ് ലാബിലുണ്ടാക്കിയെടുത്താലോ? പറ്റുമോ? അതിശയമെന്ന് പറയട്ടെ, ടെക്നിക്കലി പറ്റും. പാർട്ടിക്കിൾ ആക്സിലറേറ്റർ എന്നൊക്കെ പറയുന്ന ഭീമൻ മെഷീനുകൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർക്ക് മറ്റു മൂലകങ്ങളെ സ്വർണമാക്കി മാറ്റാൻ കഴിയും. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. ഒരൊറ്റ ആറ്റം സ്വർണമുണ്ടാക്കാൻ തന്നെ ചിലപ്പോൾ വർഷങ്ങളെടുക്കും. കോടിക്കണക്കിന് രൂപ ചെലവും വരും. അതേസമയം പ്രകൃതി ഒരു സൂപ്പർനോവയിലൂടെ സെക്കൻഡുകൾ കൊണ്ട് ടൺ കണക്കിന് സ്വർണമാണുണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ ബിസിനസ് പരമായി നോക്കിയാൽ ഇത് നടപ്പുള്ള കാര്യമേ അല്ല. അപ്പോ ഭൂമിയിലെ സ്വർണമൊക്കെ തീർന്നുപോയാൽ നമ്മൾ എന്തു ചെയ്യും? പേടിക്കേണ്ട, വേറെയും വഴികളുണ്ട്. നമ്മുടെ കടലുകളിൽ തന്നെ ഏകദേശം 20 മില്യൺ ടൺ സ്വർണം അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നാണ് കണക്ക്. പക്ഷെ അത് വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജി ഭയങ്കര ചിലവേറിയതാണ്. പിന്നെ ഭാവിയിലെ ഒരു ഗോൾഡ് റഷ് ഒരുപക്ഷെ ബഹിരാകാശത്തായിരിക്കും. ഛിന്നഗ്രഹങ്ങളിലും മറ്റ് ഗ്രഹങ്ങളിലുമൊക്കെ സ്വർണം തേടി പോകുന്ന ഒരു കാലം ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ മറ്റൊരു ചിന്ത: നമ്മൾ അങ്ങോട്ട് പോയി കഷ്ടപ്പെടുന്നതിന് പകരം പുതിയ സ്വർണം ഇങ്ങോട്ട് വന്നാലോ? അതായത് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു നക്ഷത്രം ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിച്ചാൽ ഭൂമിയിലേക്ക് ഒരു സ്വർണമഴ പെയ്യുമോ? സാധ്യതയുണ്ട്, തീർച്ചയായും സാധ്യതയുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു സ്വർണമഴയോടൊപ്പം വരുന്ന റേഡിയേഷനും മറ്റ് ആഘാതങ്ങളും ഒരുപക്ഷെ ഭൂമിയിലെ ജീവൻ തന്നെ ഇല്ലാതാക്കിയേക്കാം. അതുകൊണ്ട് സ്വർണം കിട്ടുമെങ്കിലും നമ്മളത് കാണാനുണ്ടാവുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ കയ്യിലുള്ള ഒരു സ്വർണ്ണാഭരണത്തിലേക്ക് നോക്കുമോ എന്നോർക്കുക. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പൊട്ടിത്തെറിച്ച ഒരു നക്ഷത്രത്തിന്റെ കഷ്ണമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്.